ഹായ് കൂട്ടുകാരെ, എന്നത്തെ പോലെ ഇന്നും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മാമ്പഴം വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. മാമ്പഴക്കാലമല്ലേ, അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതിന് ഞാൻ 1 കിലോ മാമ്പഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ മാമ്പഴം തോലെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇത് ഞങ്ങളുടെ പറമ്പിലുണ്ടായ മാങ്ങ തന്നെയാണ്. ഈ മാങ്ങയുടെ പേര് കോട്ടൂർക്കുണമെന്നാണ്. ട്രിവാൻഡ്രത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത്. തോലെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത മാമ്പഴം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഏലക്കയും 1 പിഞ്ച് ഉപ്പും പിന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വരുമ്പോൾ തീ ഓഫാക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ചൗരി കാച്ചാൻ അടുപ്പിൽ വെള്ളം വയ്ക്കാം. 2 കപ്പ് വെള്ളം തിളപ്പിക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ചൗരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. കുതിർത്ത ചൗരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ തുടർച്ചയായി ഇളക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചൗരി വെന്തിട്ടുണ്ട്. ഈ വെള്ളത്തോട് തന്നെയാണ് ഞാൻ അതിൽ ഒഴിക്കുന്നത്, വെള്ളം കളയുന്നില്ല. ഇത് അടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളവും 1 കപ്പ് ശർക്കരയും ഇട്ട് ഉരുക്കുക. ഇത് കറുത്ത ശർക്കരയാണ്, അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ച് ചേർക്കുന്നുള്ളൂ. മധുരത്തിനാവശ്യമായി ഞാൻ കുറച്ച് പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട്. നന്നായി തിളപ്പിക്കുക. ശർക്കര ജസ്റ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കുക. പ്രഷറൊക്കെ പോയി മാമ്പഴം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് മാമ്പഴ പായസമാണ്. ഏത് മാങ്ങ വേണോ ഉപയോഗിക്കാം. അതിനായി വേവിച്ച് വെച്ചിട്ടുള്ള മാമ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലതുപോലെ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്ത കുക്കർ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനാവശ്യമായ കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവമാകുമ്പോൾ കോരിയെടുക്കുക, കരിഞ്ഞു പോകരുത്. ആ കുക്കറിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള മാമ്പഴം അരിച്ച് ഒഴിക്കുക. കാരണം മാങ്ങയിൽ നാര് കാണും. അതുകൊണ്ട് ഈ മാംഗോ പൾപ്പ് എപ്പോഴും ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കണം. അത് ജ്യൂസ് അരിപ്പായിരിക്കണം. ഇതിൽ തന്നെ നമ്മൾ കാച്ചി വെച്ചിട്ടുള്ള ശർക്കര പാനിയുടെ ചേർത്ത് കൊടുക്കുക. അതും അരിച്ചൊഴിക്കുക. ഒരു യൂട്യൂബ് ചാനൽ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആ ചാനലിൻ്റെ പേര് റസൽ വേൾഡ് ആണ്. ഹായ് റസൽ വേൾഡ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കരുത്. വേവിച്ച് വെച്ചിട്ടുള്ള ചൗരി നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇളക്കാം. ചൗരി വെള്ളത്തോടെയാണ് ചേർക്കുന്നത്. ആ ചൗരിയുടെ വെള്ളത്തിൻ്റെ കട്ടി കൊണ്ട് മാമ്പഴപ്പായസം കട്ടിയായിട്ടിരിക്കും. അല്ലെങ്കിൽ മാമ്പഴപ്പായസം നമ്മൾ പാലും എല്ലാം ചേർക്കുമ്പോൾ കട്ടി കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വെള്ളത്തോടെയാണ് ചേർത്തത്. മാങ്ങയ്ക്ക് കുറച്ച് പുളിപ്പ് കൂടുതലായതുകൊണ്ട് ഈ മധുരം പോരാ. പിന്നെ ഞാൻ കറുത്ത ശർക്കര ആയതുകൊണ്ട് ശർക്കര കുറച്ച് ചേർത്തിട്ടുള്ളൂ. 1/2 കപ്പ് പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. കൂടെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തീ മീഡിയം ഫ്ലെയിമിലിടുക.
എൻ്റെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. പഞ്ചസാരയും ശർക്കരയും എല്ലാം ചേർത്തപ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണ്. അതുകൊണ്ട് ഇതുപോലെ കാച്ചി വറ്റിച്ചെടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കുക. ദഹനത്തിന് നല്ലതാണ്, അതുകൊണ്ടാണ് ചുക്ക് പൊടി ചേർക്കുന്നത്. ഞാൻ ഇത് വേവിച്ചപ്പോൾ തന്നെ ഏലക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് 1 കപ്പ് കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാലോട് ചേർക്കണം. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 20-30 മിനിറ്റ് കുക്കർ അടച്ച് വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. കുക്കർ അടയ്ക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് ഇടേണ്ട ആവശ്യമില്ല, അത് ഊരി മാറ്റുക. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. എൻ്റെ സ്വാദിഷ്ടമായ മാമ്പഴ പായസമായിരുന്നു. ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുള്ളും കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അപ്ലോഡ് ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റായി അറിയിക്കുക. ഇതിൽ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ബൈ.